ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. 7 സീസണുകൾ ഒന്നിനൊന്ന് മികച്ച സീസണുകളായിരുന്നു. കുറ്റവും കുറവും ഒക്കെ എവിടെയും എന്നതുപോലെ ചിലപ്പോൾ ബിഗ് ബോസിലും കാണും. പക്ഷേ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഓണവും ക്രിസ്മസും റംസാനും ഒക്കെ പോലെ അവരുടെ ഒരു ആഘോഷമാണ് ബിഗ് ബോസ്. പല തിരക്കുകളും മാറ്റിവെച്ച് ജോലി തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തിയൊക്കെ 24x ലൈവ് കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ എപ്പിസോഡ് കുത്തിയിരുന്ന് കാണുന്ന ആളുകളുണ്ട്. അതിന് പുറമെ യൂട്യൂബ് അപ്ഡേറ്റ്സും റിവ്യൂസും കാണുന്നവരുണ്ട്. കാരണം അത്രയും ആളുകൾക്ക് ഇഷ്ടമാണ് ഈ ഷോ. ഈ ലാലേട്ടനെ പറയുന്ന പോലെ, എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറയുന്ന പോലെ, എത്രയൊക്കെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞാലും മലയാളികൾക്ക് പൊതുവെ ബിഗ് ബോസ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ തീയാണ് പാറാൻ പോണതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ തീയുടെ സ്ഥാനത്ത് മഞ്ഞുതുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നതാണ് കാണുന്നത്. ശരിക്കും ഇതൊരു മഞ്ഞു പരീക്ഷയാണ്. സത്യത്തിൽ അതിന്റെ പേര് മഞ്ഞ് പരീക്ഷ എന്നാണ് ഇടേണ്ടത്. കാരണം അത്രയ്ക്ക് തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോ ഗൾഫിലൊക്കെ പോയിട്ട് ഒരു 45 ഡിഗ്രി ചൂട് പ്രതീക്ഷിച്ച് മരുഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ ചെന്ന് കയറുമ്പോൾ അവിടെ കാണുന്നത് -10 ഡിഗ്രി തണുപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എവിടെ പോയി എന്ന്. സോ ആ ഒരു അവസ്ഥയാണ് നിലവിൽ അഗ്നി പരീക്ഷ എന്ന് പറയുന്നത്. ഞാൻ ഷോയെ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഭയങ്കരമായിട്ടൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഈ നിമിഷം വരെയും കിട്ടിയിട്ടില്ല.